അനിശ്ചിതത്വത്തിലായ അലനല്ലൂർ കണ്ണംകുണ്ട് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണം പൂർത്തീകരിക്കാൻ മന്ത്രിതലത്തിൽ ഉൾപ്പെടെ ഇടപെടൽ നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷൻ അംഗം റഷീദ് ആലായൻ പറഞ്ഞു. കണ്ണംകുണ്ട് യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളുടെ ആവശ്യപ്രകാരം സ്റ്റേഡിയം സന്ദർശിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപയാണ് സ്റ്റേഡിയം നവീകരണത്തിനായി അനുവദിച്ചത്. കല്ലുകൾ പൊങ്ങിയ ഭാഗങ്ങൾ നിരത്തി ആധുനിക രീതിയിൽ കളിസ്ഥലം ഒരുക്കുകയും ബാക്കി വരുന്ന തുകയ്ക്ക് നിലവിലുള്ള സൈഡ് ഭിത്തി പുനർനിർമ്മാണവുമായിരുന്നു ലക്ഷ്യം. എന്നാൽ പ്രവൃത്തി നടന്നപ്പോൾ ഭിത്തി നിർമ്മാണത്തിന് 8,49,000 രൂപയും ഗ്രൗണ്ട് നവീകരണത്തിന് 1,51,000 രൂപയുമായി മാറി. ഈ തുകയ്ക്ക് നവീകരണം എങ്ങും എത്താതായതോടെയാണ് പ്രവൃത്തി പാതി വഴിയിൽ മുടങ്ങിയത്. കണ്ണംകുണ്ട് യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളുടെ ആവശ്യപ്രകാരം ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷൻ അംഗം റഷീദ് ആലായൻ ഞായറാഴ്ച രാവിലെ ഗ്രൗണ്ട് സന്ദർശിച്ചു. ഏതു വിധേനയും ഗ്രൗണ്ട് ഉപയോഗയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ക്ലബ്ബ് അംഗങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചത്. നമ്മളെ റിക്വസ്റ്റ് എന്താ, എന്റെ റിക്വസ്റ്റ് അറിയണം, നിങ്ങൾ എന്തെങ്കിലും ഒരു ഫണ്ട് ഉണ്ടെങ്കിൽ വെച്ചിട്ട് ആ ഒരു മണ്ണ് എന്തെങ്കിലും ആ ഗ്രൗണ്ടിൽ ഇടുന്ന ഒരു സാധനം ഇട്ടിട്ടുള്ള ഒരു സംവിധാനം, പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡി ആയിക്കോളാം. ആ ഒരു സംവിധാനം ചെയ്തു തന്നു കഴിഞ്ഞാല് നവീകരണം പൂർത്തീകരിക്കാൻ മന്ത്രിതലത്തിൽ ഉൾപ്പെടെ ഇടപെടൽ നടത്തുമെന്ന് റഷീദ് ആലായൻ പറഞ്ഞു. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ അതുപോലെ തന്നെ കായിക വകുപ്പിന്റെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഗ്രൗണ്ടിന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിച്ച് കുട്ടികൾക്ക് കളിക്കാൻ, അതുപോലെ തന്നെ എല്ലാ വർഷവും ഇവിടെ ടൂർണമെൻറ്റ് നടക്കുന്നൊരു സ്ഥലമാണിത്. നമ്മൾ ലഹരിക്കെതിരെയും അതുപോലെ തന്നെ കുട്ടികളെ അബദ്ധസഞ്ചാരത്തിൽ നിന്ന് കരകയറ്റാനൊക്കെ ഉള്ള ഏറ്റവും വലിയ മാർഗം കുട്ടികളെ കലാരംഗത്തും കായിക രംഗത്തും സജീവമാക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ മൈതാനം അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. ഏതാണെങ്കിലും ഇവിടുത്തെ ക്ലബിൻ്റെ ഭാരവാഹികളുടെ നിരന്തരം ആവശ്യമുണ്ട്, ഈ പ്രദേശത്ത് ആവശ്യമുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ഇവിടെ ഉണ്ട്, ക്ലബിൻ്റെ ഭാരവാഹികളുണ്ട്. ഇവരൊക്കെ കാലങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഇതിനകത്ത് നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മറ്റ് ത്രിതല പഞ്ചായത്തൊക്കെ ഉണ്ട്, അവരോടൊക്കെ കൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ പ്രശ്നം പരിഹരിക്കണം. പഞ്ചായത്തിൽ അലനല്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഏക സ്റ്റേഡിയമായതിനാൽ വിവിധ സ്കൂളുകളിലെ കായിക വിനോദങ്ങൾ ഉൾപ്പെടെ ഇവിടെയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. കൂടാതെ പ്രദേശത്തെ യുവാക്കൾ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് കളികൾക്കായും എത്തിയിരുന്നു. വിവിധ ക്ലബ്ബുകൾ പല കായിക മത്സരങ്ങളും ഈ ഗ്രൗണ്ടിലായിരുന്നു നടത്തിയിരുന്നത്. ഈ പ്രവൃത്തി മൂലം 2 വർഷത്തോളമായി ഒരു കായിക വിനോദവും നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് വാർഡംഗം അൻഷാദ് കൊടുവള്ളി പറയുന്നു. ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ വെച്ചതിൽ ഗ്രൗണ്ടിൻ്റെ പരിപൂർണമായ വർക്ക് എടുക്കുന്നതിൽ ഒരു ഉറപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. പക്ഷേ അതിനകത്ത് എസ്റ്റിമേറ്റ് വെച്ചത് ഒരു 8.5 ലക്ഷം രൂപയോളം ഒരു ചുറ്റുമതിലിൻ്റെ ഒരു കുറഞ്ഞ ഭാഗം കെട്ടാനും ബാക്കി 1.5 ലക്ഷം രൂപ മാത്രമാണ് ഈ ഗ്രൗണ്ടിന് അനുവദിച്ചത്. അതുകൊണ്ടുണ്ടായ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ഈ കാണുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് കിടക്കുന്നത്. വെള്ളം കയറിയിട്ടും കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ പരിസര പ്രദേശങ്ങളിലുള്ള ചെറിയ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവരെ ക്യാമ്പ് വരെ ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. 2 വർഷങ്ങളായിട്ട് ആ ക്യാമ്പ് നടക്കുന്നില്ല. പ്രദേശവാസികൾക്കും പരിസര പ്രദേശങ്ങളിലെ ആളുകൾക്കൊന്നും ഇവിടെ കളിക്കാനും മറ്റു കാര്യങ്ങൾക്കോ ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. അടുത്ത വേനലോടെയെങ്കിലും സ്റ്റേഡിയം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാക്കണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.